മൂവി പ്ലസ് മീഡിയയ്ക്ക് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജാണ് കാലിക്കറ്റ് അപ്സര തിയേറ്ററിൽ ടർബോ എന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചോ അതോ ആരംഭിച്ചിട്ടില്ലേ എന്നുള്ള കാര്യം. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞോട്ടെ. ഇന്നലെ വരെ അഡ്വാൻസ് ബുക്കിംഗ് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളുടേത് മാത്രമായിരുന്നു ബുക്ക് മൈ ഷോ ആപ്പിൽ ട്രെൻഡിങ്ങിൽ കയറിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ബുക്ക് മൈ ഷോ ആപ്പിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മെഗാസ്റ്റാറിൻ്റെ ടർബോ. രാവിലെ തന്നെ 1000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ഈവനിങ് ആൻഡ് നൈറ്റ് സമയമാവുന്ന സമയത്ത് വൻ തൂക്കിയടി തന്നെ ഇന്ന് ബുക്ക് മൈ ഷോ ആപ്പിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇന്നും നാളെയും ഹെവി ആയിട്ട് തന്നെ പ്രീസെയിൽ കളക്ഷനിൽ മുന്നേറും ടർബോ. ഇനി എല്ലാ സിനിമാ പ്രേമികൾക്കും അറിയേണ്ട കാര്യം, കാലിക്കറ്റ് അപ്സര തിയേറ്ററിൽ ടർബോ ആദ്യ ദിവസം ഉണ്ടാകുമോ എന്നുള്ള കാര്യം. ഫാൻ ഷോയുടെ ടിക്കറ്റ്സുകളെല്ലാം അവിടെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള ടിക്കറ്റ്സുകളൊന്നും ബുക്ക് മൈ ഷോ ആപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ആപ്പിലോ ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ നടക്കുന്നുണ്ട്. ഒരു വർഷത്തോളം അടച്ചിട്ട തിയേറ്റർ ആയിരുന്നു കാലിക്കറ്റ് അപ്സര തിയേറ്റർ. ഇപ്പോൾ മാജിക് ഫ്രെയിംസ് ആണ് ആ ഒരു തിയേറ്റർ ഏറ്റെടുത്ത് നവീകരിച്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫാൻ ഷോ രാവിലെ 9 മണിക്ക് കാലിക്കറ്റ് അപ്സര തിയേറ്ററിൽ എന്തായാലും നടക്കും. 1000-ഓളം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ആണ് കാലിക്കറ്റ് അപ്സര. ബാക്കിയുള്ള റെഗുലർ ഷോ ഒക്കെ എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് ഇന്ന് ഈവനിങ്ങിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. ഉണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ ബുക്ക് മൈ ഷോ ആപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ഏതെങ്കിലും ആപ്പിലോ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കും. പല ആളുകളും അവിടെ ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക എന്ന തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതുവരെയും ഫാൻ ഷോ മാത്രമാണ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ളത് ചർച്ചയിലൂടെ മാത്രമേ ഇന്ന് വൈകിട്ടോടെ പരിഹാരം കാണുകയുള്ളൂ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് മൂവി പ്ലസ് മീഡിയ. ഞാൻ ജിനുജന.